പോർട്ട് ആർത്തർ. ഇതാണ് പോർട്ട് ആർത്തർ. ഏതൊരു പോർട്ടിന് ഇതാണ് ഷിപ്പ് ചാനൽ. അതിനായി ഇത്രയും ബുക്ക് ഈ പാലം ഉണ്ടാക്കുന്നത്. ഇത് ഷിപ്പൊക്കെ കയറി പോകുന്ന കിടക്കുന്നുണ്ടല്ലേ, ചാനൽ വഴി കയറി വന്നു അവിടെ പോർട്ടിൽ പോകും. പോർട്ട് ഓഫ് ബാറ്റൺ റൂഷ്. ലെഫ്റ്റും റൈറ്റും ഒക്കെ നല്ല വ്യൂ ആണ്. പോർട്ടാ. ഇത് കൽക്കട്ട ഹൂബ്ലി പാലം പോലെ ഡബിൾ ടയർ 3 ടയർ പോലൊക്കെ ആണെന്ന് തോന്നുന്നു. ഇത് എന്തിന്റെ കണ്ടെയ്നർ ആയിരിക്കും കൊച്ചുമേ. ഷിപ്പേ വരുന്ന ധാന്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എന്നിട്ട് ഇവിടുന്ന് പിന്നെ പാക്ക് ചെയ്ത് പോകുന്നതായിരിക്കും മിക്കവാറും. എന്റെ ലാപ്ടോപ്പും ഇതും ഫുള്ളാണ്, അല്ലാതെ കാണുന്നതൊക്കെ മിച്ചം. ഞാൻ പഠിപ്പിക്കുന്നത് അർബൻ സോഷ്യോളജിയുമായിട്ടുള്ള നാട്ടിൽ ചിലപ്പോൾ പറയാൻ എനിച്ചാൻ ചെയ്യുന്ന പോലെ വീഡിയോ കാണിക്കും. അല്ല കൊച്ചുമേ, ഇതിന്റെ ഒക്കെ ആവശ്യം വരും. അന്നേരം ഓർക്കും സെന്നിച്ചാൻ അമ്മച്ചിയുടെ കഥ പറഞ്ഞ് ഞങ്ങളെ പാലത്തെ കൊണ്ടുപോയത്. ഞങ്ങളുടെ ഈ ഭോപ്പാലിൽ ഞങ്ങൾ പുതിയ മാരുതി മേടിച്ച സമയത്ത് ഈ ഷൈനിയുടെ ഒരു കഥ ഒരാൾ ഷഡോളിലുണ്ടെന്ന് പറഞ്ഞില്ല, അവരുടെ മോടെ കല്യാണമായിരുന്നു. അത് ഭോപ്പാലിൽ നിന്ന് ഷഡോളെന്ന് പറഞ്ഞാൽ 800 മൈലോളം ഉണ്ട്, 800 കിലോമീറ്ററോളം. അപ്പോൾ പുതിയ കാറാണ്. അപ്പം ഞങ്ങൾ മാപ്പൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ പകുതി വഴിക്കൊക്കെ ഞാൻ ടൂറൊക്കെ പോകുന്നതാണ്. അതിന് അടുത്തൂടെല്ലാം പോകുന്നത്, പക്ഷേ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം കാറയിൽ ഞങ്ങളപ്പം ഭോപ്പാലിൽ നിന്ന് ഡ്രൈവറെ കൂടെ കൊണ്ടുപോയി ഞങ്ങളെ അവിടം വരെ ഒന്ന് എത്തിക്കാൻ വേണ്ടി, ഹെൽപ്പിന് വേണ്ടി. ഞങ്ങൾ കട്നി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് വലിയൊരു ഏരിയ ആണ്. കട്നിയിൽ നിന്ന് ഞങ്ങൾക്ക് ഷഡോളിന് തിരിയണം. ജബൽപൂർ പോകാതെ ഞങ്ങളപ്പം ഉള്ള ഒരു ഷോർട്ട് കട്ടാണ് എടുത്തത്. സാധാരണ ഷഡോളിനെല്ലാം പോകേണ്ടത് ജബൽപൂർ ചെന്നിട്ട് പിന്നെ റോഡ് ട്രാൻസ്പോർട്ട് പോകുന്ന വഴിയാണ് പോകേണ്ടത്. അപ്പോൾ വന്നിട്ട് 10,500 കിലോമീറ്റർ വേറെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു വഴി, റോഡൊക്കെ അന്ന് മാപ്പ് നോക്കിയാൽ വഴി കാണുന്നുണ്ട്, അങ്ങനെ പോയി. വനത്തിൽ കൂടെ എല്ലാം പോകുന്നു. പുത്തൻ കാറായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്രൈവറും ഉണ്ട് കൂടെ. പക്ഷെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പം ഒരു നദിക്ക് പാലമില്ല. ജങ്കാർ ഒന്നുമില്ല. നോക്കിയപ്പോൾ അങ്ങ് ദൂരെ കുറച്ച് ആദിവാസികളെ പോലുള്ള ആൾക്കാർ തുണി അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ റോഡ് 2 സൈഡിലും റോഡുണ്ട്, പക്ഷേ പാലമില്ല. അപ്പോൾ ആരോടെ ചോദിക്കുന്നത്? അവൻ ദേശ്മുഖ് എന്ന് പറഞ്ഞൊരു മഹാരാഷ്ട്രനായിരുന്നു, അവനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അവൻ തെക്കും വടക്കൊക്കെ നോക്കും. അപ്പം നോക്കിയപ്പോൾ ഇത് കംപ്ലീറ്റ് അടി പാറയാണേ, വെള്ളം ഒഴുകുന്നുണ്ട്, അടി പാറയാണ്. അപ്പോൾ അവൻ അപ്പുറേ ഒന്ന് ചോദിച്ചു അവരോട്, ഇതുവഴി വണ്ടികൾ പോകാറുണ്ടോന്നേ, ആരെങ്കിലും അക്കരെ ഇങ്ങനെ പോകുമെന്ന്. അവര് ഈ പറഞ്ഞത് എന്തോ ആണെന്ന് അറിയത്തില്ല. ഇനി അവൻ പറഞ്ഞ് നമുക്ക് വണ്ടി പോകാം. ഞാൻ അങ്കിള് ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ടയർ പോകുന്ന വഴിയെ ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞേ. വെള്ളം ഒഴുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒഴുക്കില്ല അല്ലേ ഷൈനി? മുറ്റം വരെ വെള്ളമുണ്ട്. ക്രിസ്റ്റീന അങ്ങ് കരയാനും തുടങ്ങി. എടുക്കുന്ന പ്രായം. ഞാൻ അവളെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ കൂടെ നടക്കുന്ന അവളങ്ങ് കരച്ചിലും. പക്ഷെ നമുക്ക് ഈ കാർ അപ്പുറം കൊണ്ടിയണമല്ലോ. എന്നിട്ട് ഞാൻ ഒരു ടയറിന്റെ പാടയിൽ ഞാൻ ഇങ്ങനെ മുന്നേ നടന്നു, അവൻ എൻ്റെ പുറകെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ടയർ കല്ലിൽ നിന്ന് മാറിപ്പോയിരിക്കാൻ പായലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന നദി വലിയ നദിയാണ് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്നു. ആ റോഡ് അപ്രോച്ച് റോഡ് ചെന്ന് അത് പിന്നെ പെട്ടെന്ന് പിന്നെ ടൗണിലൂടെ കയറി. അതൊരു വലിയൊരു സംഭവം. മധ്യപ്രദേശില് നദിയുടെ സൈഡിൽ ചെന്ന റോഡ് തീർന്ന പാലമില്ല. ഇപ്പൊക്കെ പാലം വന്ന് കാണും. അതുകൊണ്ട് ഒത്തിരി മൈൽ. അതുപോലെ മാരുതി കാർ എന്ന് പറഞ്ഞാൽ
വളരെ പൊക്കക്കുറവല്ലേ എൻ്റെ ഫ്രണ്ട് യൂനോ വീൽ ഹൈറ്റ് എനിക്കൊന്ന് വണ്ടികൾ വളരെ കുറവാകും. അന്ന് 800 ഒക്കെ ഇറങ്ങിയ സമയമാണ്. ഹൈറ്റ് കുറവായിരുന്നു. വണ്ടികളെല്ലാം അതെ 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 മാരുതിക്ക് ഒട്ടുമില്ല. അംബാസഡറൊക്കെ ഉണ്ട്, ഓക്കെ അല്ലേ, പ്രീമിയർ പത്മിനിക്കൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ബിൽഡ് വണ്ടി കൂടിയാണ്. മാരുതിക്ക് ഒന്നുമില്ല. എനിവേ പോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവനെ കട്നി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറ്റി തിരിച്ച് ഭോപ്പാലിന് വിട്ടു. പിന്നെ മുഴുവൻ ഞാൻ അവിടെ വെച്ച് ഞങ്ങളുടെ വേറൊരു സ്റ്റാഫ് ജോയിൻ ചെയ്തു, ഐസൊക്കെ എന്നും പറഞ്ഞ്. ഞങ്ങൾക്ക് ഈ മധ്യപ്രദേശിൽ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ സ്റ്റാഫ് കാണും. അപ്പോൾ അവിടുന്ന് പിന്നെ ഐസക്ക് കൂടെ വന്നു. പുള്ളിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ പിന്നെ അവിടെ കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പെണ്ണിനെയൊക്കെ പള്ളി കൊണ്ടുപോയൊക്കെ ഞങ്ങളുടെ കാറയിലാണ്. അതൊരു വലിയ മെമ്മറി. മധ്യപ്രദേശില് മധ്യപ്രദേശ് ഭോപ്പാൽ എന്ന് പറഞ്ഞ ചങ്ക നമുക്ക് നമ്മുടെ യൂത്ത് മുഴുവൻ അവിടെ ആയിരുന്നു. പിന്നെ നമ്മളെ അതുപോലെ ആൾക്കാർ കെയർ ചെയ്തിരുന്നു. നമുക്ക് ആ ഫീലിംഗ് വരുമ്പോൾ നമ്മളെയൊക്കെ അതുപോലെ അവരുടെ ആൾക്കാര്. എന്നോട് ജബൽപൂർ ഒരു ഹോട്ടലുണ്ട്, അവരെന്നോട് പറയും, അവിടുത്തെ ഓണർ, आपका फोटो इधर लगाना चाहिए ये लिफ्ट के सामने, आपको देखते ही ये लिफ्ट चालू हो जाता है. ഞാൻ ഭോപ്പാലിൽ നിന്ന് വരണം, അതൊന്നും അവന് ഒരു ഹോട്ടലൊരു മുഴുവൻ ക്ലോസ് ആയി കിടക്കുന്നേ, അവൻ്റെ ലിഫ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഭോപ്പാലിൽ നിന്ന് വരണേ. അങ്ങനെ ഓവർനൈറ്റ് വേണം വിളിച്ചാൽ ഞാൻ ചെല്ലും. അതായത് ഇന്നിപ്പം 4 മണിക്ക് പറയുക പൈസ ഗഡ്ബിഡ് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേരം തന്നെ പോകും. വൈകിട്ടത്തെ ട്രെയിൻ കയറി രാവിലെ അവിടെ ചെല്ലും, അത് നന്നാക്കി പിന്നെ ഉച്ചവരെയൊക്കെ ഒത്തിരി പിന്നെ വേറെ പണികളൊക്കെ ഉണ്ട്. വൈകിട്ടത്തെ ട്രെയിൻ തിരിച്ചു പോകും. പക്ഷെ എനിക്കതായിരുന്നു ഒരു വലിയ പ്രയാസം. കാരണം എപ്പോഴാണ് ഇവർ വിളിക്കുന്നത് അറിയത്തില്ലേ. ചിലപ്പോൾ അങ്ങ് ജബൽപൂർ പോകും, റീവയ്ക്ക് പോകും, സത്ന ഷഡോൾ എല്ലായിടത്തും. ചിലപ്പം നാഗ്പൂർ സെക്ടറിന് അണ്ടറിലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ എഞ്ചിനീയർക്ക് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഉടനെ ബോംബെ എന്ന് പറയുന്നത്. ഒമൻ can you go there, this place, that place. ബോംബെയിൽ പിന്നെ വേറെ എവിടെയായിരുന്നു? ഡൽഹി. ഓ എല്ലാം അവിടെ എല്ലാം മുഴുവൻ. ഔട്ട് ഓഫ് കേരള ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ഇന്ത്യയിൽ തന്നെ ബോംബെ. പക്ഷെ നീറ്റ് സിറ്റി ഡൽഹി. അത് ശരി. ഭയങ്കര പൊല്യൂഷൻ അല്ലേ അവിടെ? അതിപ്പോ പണ്ട് ഞാൻ 10ാം ക്ലാസ് വളർന്നു. ഓ അതിന്റെ ഒരു മെമ്മറി. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു അറിയാവുന്ന ഒരു ഓർമ്മയുള്ള സമയം, ഫ്രണ്ട്സ് കാര്യങ്ങള് എല്ലാം പൂനെ എനിക്ക് അറിയത്തേ ഇല്ല. അത് ശരി. കൊച്ചിലെ LKGയോ അങ്ങനെ. അപ്പോൾ ഞാൻ മധ്യപ്രദേശിൽ ഒരു 10-14 വർഷം റെസിഡന്റ് എഞ്ചിനീയറായിട്ട് ഞാൻ അവിടുത്തെ സീനിയർ മോസ്റ്റ് റെസിഡന്റ് എഞ്ചിനീയർ. മൊത്തം മധ്യപ്രദേശ് ഇൻഡോർ ഒഴിച്ച് എൻ്റെ എല്ലാം. പക്ഷേ ഇവർ ബോംബെ നിന്ന് കുവൈറ്റ് വാർ വന്നപ്പോൾ എന്തോ പറ്റിയെന്ന് വെച്ചാൽ കുവൈറ്റിൽ നിന്ന് ഓഫീസറുണ്ടായിരുന്നു, ഞങ്ങളുടെ കമ്പനിയിൽ നിന്നുണ്ടായിരുന്നു. കുവൈറ്റ് ജോലിക്ക് ചെയ്യാൻ പോയവർ റിസൈൻ ചെയ്തിട്ട് പോയാണ്, അവരെല്ലാം തിരിച്ചു വന്നേ. അപ്പം ഇതെല്ലാം ഗ്ലോബലി കമ്പനി ഒന്നായതുകൊണ്ട് അവരെ എല്ലാം ഇന്ത്യയിൽ ആ സമയത്ത് റീഇൻസ്റ്റോൾ ചെയ്യണമായിരുന്നു അവർക്ക്. അപ്പോൾ കുവൈറ്റ് വാർ കാരണം അതിനി എന്നാ പോകുന്നൊന്നും അറിയത്തില്ലല്ലോ, അല്ലെ പോകേണ്ടവർക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റാഫ് ബോംബെയിൽ തിരിച്ചു വന്നു. അവരെല്ലാം എക്സ്പീരിയൻസ്ഡാണ്, വെൽ ഇതാണ്. അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോഴത്തേന് എന്നോട് പറഞ്ഞു ഭോപ്പാലിലപ്പോൾ ഒരാൾക്ക് ഭോപ്പാൽ പോസ്റ്റ് വേണം. അപ്പോൾ എന്നോട് പുള്ളി ഇതുപോലെ ചോദിച്ചു, ജബൽപൂർ എന്നൊരു സെൻറ്റർ തുടങ്ങാനിരിക്കുകയല്ലേ, അപ്പോൾ അവിടെ വളരെ കുറച്ച് എണ്ണയുള്ള ലിഫ്റ്റുള്ളൂ, വലിയ ടെൻഷനൊന്നുമില്ല, പോകാമെന്ന് ചോദിച്ചു. ഞാൻ തുടക്കത്തിൽ ആക്ച്വലി വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണെന്നേ. പക്ഷേങ്കിൽ അപ്പോൾ എന്നെ മാറ്റിയിട്ട് മറ്റേ പുള്ളിയെ വെക്കാനായിരുന്നു പറഞ്ഞു. പിന്നെ ഞാൻ റിബലായി. നേരിട്ടങ്ങ് പറഞ്ഞിരുന്നേ പോട്ടെന്ന് വെക്കായിരുന്നേ. അയ്യോ അവിടെ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ നീ പോയി ഹെൽപ്പ് ചെയ്താൽ മതി എന്നൊക്കെ എൻ്റെ എനിക്ക് തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ വേറെ ആളെ വെച്ചോളാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അത് പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഉടനെ പുറത്ത് പോകാനുള്ള ശ്രമമായി. ആദ്യം ഞാൻ ഒമാനിൽ പോയായിരുന്നു, ഒമാനിലെ മസ്കറ്റിൽ. അവിടുത്തെ ശമ്പളമൊന്നും അങ്ങനെ സെറ്റായില്ല. പിന്നെ അബുദാബിക്ക് പോയി. ഫാമിലി സ്റ്റാറ്റസ് ഉള്ള പോസ്റ്റ് കിട്ടിയാലല്ലേ പിന്നെ പ്രയോജനമുള്ളൂ. ഒറ്റയ്ക്ക് പോയി കഷ്ടപ്പെട്ട കാര്യമില്ല. അബുദാബിയിൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേനായി ആക്സിഡന്റ് പറ്റി പോയത്.
വന്നിട്ടും ഇടയ്ക്കൊരു എക്കണോമിക് ക്രൈസിസ് വന്നായിരുന്നു. ഈ ഞങ്ങളുടെ ഗാൽവെസ്റ്റനിലെ ജോലി പോയായിരുന്നു. ഞാനും ഷൈനി ഒരു ഓഫീസിലായിരുന്നു അന്നേ ഗാൽവെസ്റ്റനിൽ. ഐക്കടിച്ചൊരു സ്റ്റോം അടിച്ച ഐലൻഡ് മുഴുവൻ വൈപ്പ് ഔട്ടായി പോയായിരുന്നല്ലോ. ഞങ്ങളുടെ ഓഫീസെല്ലാം പോയി. ഞങ്ങളുടെ ബോസ് അങ്ങ് തിരിച്ചു പോയി. അങ്ങനെ വന്നപ്പം തിരിച്ച് ഞാനങ്ങ് ബോംബെക്ക് കുറച്ച് നാളത്തേക്കൊന്ന് പോയാലോ എന്ന് ആലോചിച്ചായിരുന്നു. എനിക്ക് ഭോപ്പാൽ തിരിച്ച് ജോലി തരാമെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേനും പിന്നെ ഇവിടെ എനിക്ക് വേറെ ജോലിയൊക്കെ ആയി. ഞാൻ പിന്നെ ഒരു കട പോലും ഇല്ല ഷൈനി. ഒരു എക്സിറ്റും ഇല്ല. ഇതാ അന്ന് പറഞ്ഞത് ഇവിടെ ഈ ഏരിയയിലൊക്കെ ബ്ലോക്ക് ആയാലും എക്സിറ്റും ഇല്ല. ഇവിടെ തന്നെ ഇവിടുന്ന് അപ്പുറത്തോട്ടും പോകാൻ ഒക്കത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ ഒക്കത്തില്ല. എല്ലാ വണ്ടിക്കാരും ഇവിടെ കിടക്കും. റിക്കവറി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമില്ല ഇവിടെ. നമ്മൾ മേജർ ഏരിയ കഴിഞ്ഞെന്ന് കുറച്ച് ഒന്ന് കഴിഞ്ഞ് ഇനി ഒരെണ്ണം കൂടെ വരും. ഒരെണ്ണത്തോട് നമ്മൾ വന്നായിരുന്നു. ഇവിടെ ഒരു വിസിറ്റർ സെന്റർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. എന്താണ് ഒരു വിസിറ്റർ സെന്റർ പോലെ എന്തോ നോക്കാൻ വേണമെങ്കിൽ. മരങ്ങാട്ട് പള്ളി റെസ്റ്റ് റൂമാണ് അന്വേഷിക്കുന്നത്. അതെ 139 എടുക്കും. അതുപോലെ ഇന്നലെ നമ്മുടെ പള്ളിയിലുള്ള ഒരാൾ ബോംബെ പോകാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതുപോലെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ബോംബെ മതി, എനിക്ക് ഒരു കാനഡയും വേണ്ട, എനിക്ക് ഒരു അമേരിക്കയും വേണ്ട, എനിക്കങ്ങ് ബോംബെ എൻ്റെ അന്ധേരിയിൽ പോയാൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. Slide left onto the Louisiana 77 South ramp, then take the I-10 West ramp. Continue straight ahead onto I-10 West. Continue on Sydney Road for 2 miles. Continue on the current route. സമ്മതിച്ചു. In 800 feet, turn left towards Sydney Road. In 800 feet, turn left onto Sydney Road. പെട്രോൾ അടിക്കുന്നത്. അല്ല, ഞാൻ പെട്രോൾ പിന്നെ അടിക്കാൻ നമ്മൾ സാധനം എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഇവിടെ ആ കണ്ണാടി ഇപ്പൊ അടിച്ചാണ് ലെഫ്റ്റ് സൈഡില്. ഭക്ഷണം ഇവിടുന്ന് മേടിക്കല്ലേ, നമ്മൾ കഴിക്കല്ല കേട്ടോ. രാവിലത്തെ പോലെ ഇപ്പൊ ഞാനൊന്ന് ബാത്റൂമിൽ പോയി ഓടി കൊച്ചമ്മ ബാത്റൂമിൽ പോണോ? അച്ഛൻ വേണ്ട. Because they said the vehicles will be towed. റെക്കോർഡ് ചെയ്യുമായിരുന്നു. അത് പോസ് ചെയ്തിരുന്നു. ഇതാണോ കൊച്ചമ്മേ? സ്ക്വയർ സാധനം. നമ്മുടെ പള്ളിയിലെ കാര്യങ്ങളൊന്നും അറിയാം. അമ്മച്ചി എന്റെ ഫോൺ. Turn left onto Sydney Road, then turn right. I don't know where your phone is. You should be knowing. Take the next right, then take the I-10 West ramp. ഇതല്ലേ ഇതാണോ? അവിടെ കേറായിരിക്കല്ലോ. Take the I-10 West ramp. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. Freeway entrance. Continue straight ahead onto I-10 West. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവിടെ ചെന്ന് In a quarter mile, merge onto I-10 West.
ബെൽറ്റ് ഇട്ടിട്ട് അച്ഛന് ബനാന അല്ലെങ്കിൽ ഇത് വേണം. ഓറഞ്ച്. ഓറഞ്ചിന് മധുരമുണ്ട്. ഒന്നുമില്ല എന്നാലും അച്ഛൻ കൊടുത്തു. ഞാൻ ചെയ്തോളാം. രോഗിയാണോ വേണ്ടല്ലേ? പട്ടി ഇതിൻ്റെ പുറകിലിട്ട് അച്ഛനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ മതിയോ? മതി. എന്താ 1 മിനിറ്റ് മതിയല്ലോ പട്ടി എടുക്കാൻ. അവളോട് പറഞ്ഞാൽ മതി ആ മുറ്റത്തോട്ടൊന്ന് നിർത്താൻ. അങ്ങനെ എത്തിയില്ലല്ലോ. ആ പുറകിലോട്ട് നിർത്താം നമുക്ക്. ബാഗിൻ്റെ അവിടെ അല്ലെ ഇവിടെ മുമ്പിൽ നിർത്താം കേട്ടോ. മഴക്കാറ് വരുന്നുണ്ടല്ലേ? നമ്മളെ ആ ഹ്യൂസിന് മഴ തുടങ്ങിയെന്നാ ഷാരു മെസ്സേജ് ചെയ്ത്. നമുക്ക് റെയിൻ സ്റ്റാർട്ടർ ഡ്രൈവ് സേഫ്ലി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. അവർ ഡ്രൈവ് ചെയ്യും. ലൈൻ മാറുന്നു. ആന്റി അതിനകത്ത് എടുത്താൽ മതി എന്നാ. നോ പ്രോബ്ലം. പൊക്കി പിടിക്കും. This beach. ആന്നു രസ. ഈ നോന്ന് പറഞ്ഞ കാര്യമില്ല. എവിടെയൊക്കെ മുഴുവൻ ടൗൺഷിപ്പാണ് കേട്ടോ. ഇത് പക്ഷെ ഇപ്പം ബോംബുണ്ടായില്ലേ? You can. ഗവൺമെൻറ്റായി വരുന്നേ ഉള്ളൂ. I have no problem. You said this is the tallest bridge, right? Yeah. ഇതാണ് വെസ്റ്റ് ലേക്ക്. World USA. USA. Like it's ആണോ? yeah. എവിടെയാ? When it comes Really? വെസ്റ്റ് ലേക്ക് എന്നെ മുഖത്തിലാന്ന് ആകാശത്തിരുന്ന് കാണുന്ന പോലെ. ഷിപ്പ് പോകാൻ വേണ്ടിയല്ലേ? ഈഫൽ ടവർ പോലെ. അവിടെ എല്ലാം പ്രിന്റസ് ഉണ്ട്. ഇത് ഗാലക്സിയുടെ ഒരു കോപ്പി കാറ്റാണ്. മതിയോ അച്ഛമ്മേ?